നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. UGC അംഗീകൃതമായിട്ടുള്ള ഡിഗ്രിയും PGയും ഒക്കെ വളരെ കുറഞ്ഞ ചെലവിൽ വീട്ടിലിരുന്ന് പഠിക്കുവാനായിട്ടുള്ള ചില അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, 2021 മുതൽ കേന്ദ്ര ഗവൺമെൻറ് ഓൺലൈനിലൂടെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികൾക്ക് ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും ഒക്കെ നൽകുവാനായിട്ട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുത്ത് ഓൺലൈനിലൂടെ തന്നെ പഠിച്ച് ഓൺലൈനിലൂടെ പരീക്ഷ എഴുതി ഡിഗ്രിയും PGയും ഒക്കെ നേടുവാൻ ഇക്കാലത്ത് അവസരങ്ങളുണ്ട്. അത് റെഗുലർ ആയിട്ടുള്ള പഠനത്തിന് തുല്യമാണ് സെലക്റ്റഡ് യൂണിവേഴ്സിറ്റികളുടെ ഇങ്ങനെയുള്ള ഡിഗ്രികൾ എന്നും കേന്ദ്ര ഗവൺമെൻറ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുക, ഏതാണ്ട് 20,000-ൽ താഴെ പ്രതിവർഷ ഫീസിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓൺലൈനിലൂടെ ഡിഗ്രിയൊക്കെ പഠിക്കുവാൻ അവസരമുണ്ട് എന്നറിയുക. ഏതാണ്ട് 50% വരെ സ്കോളർഷിപ്പ് നേടുന്നതിനുള്ള ചില അവസരങ്ങളുമുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം വീട്ടമ്മമാര്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെട്ട് സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാത്തവർക്കൊക്കെയുള്ള ഒരു നല്ല അവസരം, കുറഞ്ഞ ചെലവിൽ പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം, അതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇത് ഓഫർ ചെയ്യുന്നത്, ഫീസ് എത്രയാകും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഈ ഓൺലൈൻ ഡിഗ്രികളുടെ മെച്ചങ്ങൾ, ബെനിഫിറ്റ്സ് ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, എനി ടൈം ലേണിംഗ് എന്നുള്ളതാണ്. ഏത് സമയത്തും നമുക്ക് പഠിക്കാം. നമ്മൾ ഇപ്പോൾ ഒരു റെഗുലർ ആയിട്ട് ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ രാവിലെ ഒരു 9 തൊട്ട് 5 മണി വരെ അവിടെ കാണണമെന്നുണ്ട്. എന്നാൽ ഈ ഓൺലൈനിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം. ക്ലാസ്സുകൾ കൂടുതലും വീക്കെൻഡ്സിലായിരിക്കും, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ സന്ധ്യാസമയത്തായിരിക്കും. ഇനി അത് സ്കിപ്പായെങ്കിൽ തന്നെ, ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ സ്കിപ്പായെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ LMSൽ, അതായത് നിങ്ങളുടെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ആ വീഡിയോസ് കണ്ട് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ എനി ടൈം ലേണിംഗ് എന്നുള്ളതാണ് വലിയൊരു മെച്ചം. മറ്റൊരു മെച്ചം, എനിവേർ യു ക്യാൻ ലേൺ എന്നുള്ളതാണ്. ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഇരുന്നുകൊണ്ട് അഡ്മിഷൻ എടുത്ത് പഠിക്കുവാനായിട്ട് കഴിയും. അതായത് നിങ്ങൾ റെഗുലറായിട്ട് കോളേജിൽ പോകണമെന്നില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു മോഡ് നമ്മുടെ രാജ്യത്തുണ്ട്, അതായത് വിദൂര വിദ്യാഭ്യാസം. അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പരീക്ഷയൊക്കെ എഴുതുവാനായിട്ട് അതാത് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതായിട്ട് വരും. ഇവിടെ ക്ലാസ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം, അഡ്മിഷൻ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. എന്ന് മാത്രമല്ല, പരീക്ഷയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും പരീക്ഷ എടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രോസസ്സുകളെല്ലാം ഓൺലൈനാണ്. ഇപ്പോൾ എനിവേർ ലേണിംഗ്, എനി ടൈം ലേണിംഗ്. മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് പൊതുവെ കുറവാണ്. നമുക്കറിയാം, ചില കോഴ്സുകൾക്കൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്, എൻട്രൻസ് പോലെയുള്ള കാര്യങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ ചില കോഴ്സുകൾക്ക് മാർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ മാർക്കോ ഏജോ ഒന്നും പ്രശ്നമല്ല, അത് എൻട്രൻസ് ഒന്നുമില്ലാതെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓർക്കുക, ഈ MBAക്ക് മാത്രം പൊതുവെ ഒരു 50% മാർക്ക്, അത് UGCയുടെ ഒരു റെഗുലേഷനാണ്. 50% മാർക്കുള്ളവർക്ക് മാത്രമേ MBAക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെയും ഈ SC/ST പോലെയുള്ളവർക്ക് അതിൽ കുറവ് മാർക്ക് മതി. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു വലിയൊരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഈസിയാണ്, സിമ്പിളാണ് എന്നുള്ളതാണ്. അതായത് ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞു, ഓൺലൈനിലൂടെ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതില്ലെങ്കിൽ തന്നെ റെക്കോർഡഡ് വീഡിയോസിലൂടെ പഠിക്കാം എന്ന് പറഞ്ഞു. അറ്റൻഡൻസ് പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്ന് മാത്രമല്ല, ഈ പരീക്ഷയൊക്കെ പൊതുവെ സിമ്പിളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 100 മാർക്കാണ് ഇവിടെ ഓരോ വിഷയത്തിനും ടോട്ടൽ മാർക്സ് ഉള്ളത്. അതിൽ 40% മാർക്ക് വേണം നിങ്ങൾക്ക് ജയിക്കാൻ. അതിൽ തന്നെ ഏകദേശം ഒരു 30% മാർക്കും അസൈൻമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ 30%, 100-ൽ 30 മാർക്ക് അസൈൻമെൻറ്റിലൂടെ ലഭ്യമാവും. പിന്നെ ഒരു 50 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പല ചോയ്സ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഉത്തരം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം 50-ഉം 30-ഉം 80ആയി. പിന്നെ ഉള്ള ഒരു 20 മാർക്ക് മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസർ ചെയ്യേണ്ടത്, അതായത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 80 മാർക്കും നിങ്ങൾക്ക് അസൈൻമെൻ്റ് എഴുതി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൂടെ അതിന് ഉത്തരം എഴുതി നിങ്ങൾക്ക് ലഭ്യമാവും. എന്നാൽ 40 മാർക്ക് മാത്രം മതി വിജയിക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ്
ഇത് പൊതുവെ പഠിച്ച് എടുത്ത് വിജയിക്കുവാനായിട്ടൊക്കെ എളുപ്പമുള്ള ഒരു കോഴ്സാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം ഈസി ടു ലേൺ, എക്സാംസ് ഈസിയാണ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ എളുപ്പമാണ്. ഓൺലൈനിലൂടെ തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം, ഓൺലൈനിലൂടെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് അഡ്മിഷൻ എടുക്കുന്നത് ഓൺലൈനിലൂടെ ചെയ്യാം, ക്ലാസ്സുകൾ ഓൺലൈനാണ്. അതിനായിട്ട് നിങ്ങൾക്കൊരു LMS എന്ന് പറഞ്ഞിട്ട് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം യൂണിവേഴ്സിറ്റികൾ ലഭ്യമാക്കും. ആ സിസ്റ്റത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ ലഭ്യമാകും. പരീക്ഷകൾ ഓൺലൈനിലാണ്, പ്രോക്റ്റഡ് എക്സാമിനേഷൻ എന്ന് പറയും. അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ ടൈപ്പ് ചെയ്ത് എക്സാം എഴുതാം. നിങ്ങൾക്കൊരു വെബ് ക്യാം കാണണം എന്ന് മാത്രം. അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ വെബ് ക്യാമിലൂടെ അവർ നിങ്ങളെ വാച്ച് ചെയ്യും. അതാണ് പ്രോക്റ്റഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സാമും അഡ്മിഷനും എല്ലാം പരീക്ഷയും എല്ലാം ഓൺലൈനിലൂടെ ആയിരിക്കും എന്നുള്ള ഒരു മെച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. മറ്റൊരു മെച്ചം, ഫീസ് പൊതുവെ കുറവാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് ആയിട്ട് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കുന്നതിനേക്കാൾ അല്പം ഫീസ് കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പോൾ പൊതുവെ ഫീസ് കുറവായിരിക്കും എന്നുള്ളൊരു മെച്ചമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 20,000 രൂപയിലൊക്കെ താഴെ നിങ്ങൾക്ക് പ്രതിവർഷ ഫീസിൽ ഇതേപോലുള്ള ഡിഗ്രികളൊക്കെ പഠിക്കുവാൻ അവസരമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പം കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. മറ്റൊരു മെച്ചം, ഒട്ടനവധി സ്പെഷ്യലൈസേഷൻ ലഭ്യമാണ് എന്നുള്ളതാണ്. അതായത് ഈ MBAയും MCAയും അല്ലെങ്കിൽ BComഉം ഒക്കെ വിവിധ വിഷയങ്ങൾ, ഇപ്പോൾ MBA ഒക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ എന്താ പറയുക, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, HR ഇങ്ങനെയുള്ള ഒരു 3-4 സ്പെഷ്യലൈസേഷനാണ് ലഭ്യമാകുന്നതെങ്കിൽ ഇവിടെ 10-20 ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്പെഷ്യലൈസേഷനിലൊക്കെ പഠിക്കുവാനായിട്ട് അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം വിവിധ സ്പെഷ്യലൈസേഷനിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒട്ടനവധി മെച്ചങ്ങളാണ്. ഞാൻ മുമ്പ് സൂചിച്ചതുപോലെ എനിവെയർ ലേണിംഗ്, എനി ടൈം ലേണിംഗ്, ലെസ് റെസ്ട്രിക്ഷൻസ്, സിമ്പിൾ ആൻഡ് ഈസി എന്ന് മാത്രവുമല്ല ഫീസ് പൊതുവെ കുറവ്, വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷൻ, ഇങ്ങനെ പല മെച്ചങ്ങൾ ഈ കോഴ്സുകൾക്ക് ഈ ഓൺലൈനിലൂടെയുള്ള പഠനത്തിനുണ്ട് എന്നറിയുക. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓൺലൈനിലൂടെയുള്ള പഠനം സെലക്ട് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈനിലൂടെയുള്ള ഈ ഡിഗ്രികൾക്ക് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് UGC റെഗുലറായിട്ട് പഠിക്കുന്നതിന് തുല്യമാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഓർക്കുക, എല്ലാ ഓൺലൈൻ ഡിഗ്രികളുമല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ചില യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഡിഗ്രിയും PG പ്രോഗ്രാംസും ഒക്കെ റെഗുലർ പഠനത്തിന് തുല്യമാണ് എന്ന് UGC അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു PSC പരീക്ഷ എഴുതുന്നതിനോ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിനോ ഇതിനൊന്നും ഈ ഒരു ഓൺലൈൻ ഡിഗ്രി തടസ്സമാകില്ല എന്നുള്ള കാര്യം അറിയുക. ഓർക്കുക, അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഏതാണ്ട് 50% വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ച ഫീസിനേക്കാൾ 50% കുറവ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അത് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ ഇതിൻ്റെ കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാം. അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇതിൻ്റെ കൺസൾട്ടൻസിയിൽ തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. ഓർക്കുക, പല യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ഡിഗ്രികൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ചീപ്പായിട്ട് കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്നത് എനപ്പോയ യൂണിവേഴ്സിറ്റിയാണ്. എനപ്പോയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിലെ മംഗലാപുരം ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു 1991 മറ്റോ ആരംഭിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മെഡിക്കൽ കോളേജൊക്കെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരുടെയാണ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനായിട്ടുള്ള ഒരു ഓപ്ഷൻ. അതുകൂടാതെ ജെയിൻ യൂണിവേഴ്സിറ്റി ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ പ്രവർത്തനങ്ങളുള്ള, അതല്ലെങ്കിൽ തന്നെ കേരളം ആസ്ഥാനമായിട്ടുള്ള അമൃത യൂണിവേഴ്സിറ്റികൾക്കുമൊക്കെ ഇങ്ങനെയുള്ള UGC അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇതിൻ്റെയുള്ള കൺസൾട്ടൻസികളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയുകയും ചെയ്യും. ഓർക്കുക, എല്ലാ കേസിലും നിങ്ങൾക്ക് ചില സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കുവാനായിട്ട് അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളുടെ ഈ റെഗുലർ കോഴ്സിന് വിപരീതമായിട്ട് ഈ ഓൺലൈൻ ഡിഗ്രികൾക്ക് സാധാരണഗതിയിൽ വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും അഡ്മിഷൻ എടുക്കുക. അതായത് 2 ഇൻടേക്കുകളുണ്ട്.
ഇനി ഇവർ സാധാരണ ഗതി വിളിക്കുക ജനുവരി ഇൻടേക്ക്, അതുപോലെ ജൂൺ ജൂലൈ ഇൻടേക്ക് എന്നായിരിക്കും വിളിക്കുക. എന്നോർത്ത് ജനുവരിയിലും ജൂലൈയിലുമാണ് അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. വർഷത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുക്കുവാനായിട്ട് കഴിയും. അവർ അതനുസരിച്ച് പഠനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് മാസമാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. ഈ കുറഞ്ഞ ചെലവിൽ ഓൺലൈൻ ഡിഗ്രികൾ പഠിക്കുവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ എനപ്പോയ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാംസ് MBA, MCA, BBA, BCA, BCom ഇവർ 5 ഡിഗ്രി PG പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇവിടെ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഈ എനപ്പോയ എന്നുള്ളത് NIRF എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക്, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ്. അതിൽ ഇന്ത്യയിലെ ടോപ്പ് 100-ൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. എന്ന് മാത്രമല്ല UGC അപ്രൂവ്ഡ് ആണ്. അതുകൂടാതെ UGCയുടെ തന്നെ NACൽ A+ റാങ്കിങ് കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു മംഗലാപുരത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവരെ ഡിഗ്രി പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് BCom, BBA, BCA എന്ന പ്രോഗ്രാംസാണ്. BComലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BCom ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. അതുകൂടാതെ BCom ഇൻ ഇന്റർനാഷണൽ ഫിനാൻസ് ഉണ്ട്. അത് ACCA അക്രഡിറ്റേറ്റഡ് ആണ്. അപ്പോൾ ഈ BCom വിത്ത് ACCA എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനൊക്കെ പോലത്തെ ഒരു കോഴ്സാണ് ഈ ഒരു ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്നുള്ളത്. അതേപോലെ അതുകൂടാതെ BBA പോലെയുള്ള കോഴ്സ്, BBA ജനറൽ മാനേജ്മെന്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്. അതല്ലെങ്കിൽ BCA എടുക്കുകയാണെങ്കിൽ BCA കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ഉണ്ട്. അതുകൂടാതെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഇക്കാലത്ത് നല്ല ഡിമാൻഡുള്ള ഒരു സ്പെഷ്യലൈസേഷനാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. ഇങ്ങനെയുള്ള BCA പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലായി. ഇപ്പോൾ BCom ഇവിടെ വന്നാൽ BCom അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ഇത് 3 ഇയേഴ്സ് 6 സെമസ്റ്റർ ആയിരിക്കും ക്ലാസ്സുകൾ. ഓൺലൈനിലൂടെ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകും. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്തൊക്കെയായിരിക്കും ജോലി അവസരങ്ങൾ, മൊഡ്യൂൾസ് എന്തൊക്കെയാണ്, ഫീസ് സ്ട്രക്ചർ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. 40,000 രൂപയാണ് ഇവരിവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഫീസ്. അതായത് 3 വർഷത്തിനോട് 1,20,000 രൂപയാണ് ഫീസ് വരിക. എന്നാൽ ഇത് നിങ്ങൾക്ക് ഒരു 50% ഒക്കെ സ്കോളർഷിപ്പോടെ, അതായത് 40,000, 20,000 രൂപയ്ക്ക് പഠിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ 3 വർഷം കൊണ്ട് 60,000 രൂപ ഫീസേ വരത്തുള്ളൂ. എങ്ങനെയായിരിക്കും ഈ സ്കോളർഷിപ്പ് ലഭ്യമാവുക ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന കൺസൾട്ടൻസിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവർക്കാണ് ഈ ഒരു സ്പെഷ്യൽ ഫീസിൽ സ്കോളർഷിപ്പൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ട് പഠിക്കുവാനായിട്ട് കഴിയുക. അപ്പോൾ അങ്ങനെ നമുക്ക് കുറഞ്ഞ ഫീസിൽ ഇത് പഠിക്കുവാനായിട്ട് കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓൺലൈൻ ഡിഗ്രി എനപ്പോയുടെ UGC അംഗീകരിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നു. യെസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓഫ്ലൈനിൽ പഠിക്കുന്ന റെഗുലർ ഡിഗ്രിയുടെ സെയിം വാലിഡിറ്റി ആണോ, യെസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എത്ര ക്രെഡിറ്റ്സ് ലഭ്യമായി, ഈ ദേശത്തൊക്കെ പോകുമ്പോൾ ഈ ക്രെഡിറ്റ്സ് വളരെ പ്രധാനപ്പെട്ട 132 ക്രെഡിറ്റ് ഇവിടെ ലഭ്യമാകും. ഓൺലൈനിലൂടെയാണ് ക്ലാസ്സുകൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എക്സാമിനേഷൻ, യെസ്, ഓൺലൈൻ എക്സാമിനേഷൻ പ്രോക്റ്റഡ് ആയിട്ട് എഴുതാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എനപ്പോയുടെ MCA പ്രോഗ്രാമിൻ്റെ ബ്രോഷർ കാണാനായിട്ട് കഴിയും. ഓൺലൈൻ MCA ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, UGC എൻടൈറ്റിൽഡ് ആണ്. അതേപോലെ തന്നെ 2 ഇയേഴ്സിൻ്റെ കോഴ്സാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ NACൻ്റെ A+ നേടിയ യൂണിവേഴ്സിറ്റിയാണ്. ആ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. MCA പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്, കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇയർലി ഫീസ് ഏകദേശം 30,000 രൂപയായിരിക്കും. അപ്പം നിങ്ങൾ 2 വർഷം കൊണ്ട് 60,000 രൂപ ഫീസിലായിരിക്കും MCA പഠിക്കാനായിട്ട് കഴിയുക. അതേപോലെ തന്നെ ഇവരുടെ MBA പ്രോഗ്രാംസ് ലഭ്യമാണ്. അപ്പോൾ അതാ ഓൺലൈൻ MBA ഇന്ന് പല മേഖലയിലുണ്ട്. ഡേറ്റാ സയൻസ് നല്ല ഡിമാൻഡുള്ള ഒരു MBA ആണ് ഈ ഡേറ്റാ സയൻസിൽ MBA എന്നുള്ള ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ അങ്ങനത്തെ പല MBA പ്രോഗ്രാംസ്. മറ്റൊരു MBA പ്രോഗ്രാം മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ 30,000 രൂപയാണ് ഫീസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് MBA ഇൻ മാർക്കറ്റിങ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പം മാർക്കറ്റിങ്ങിലോ HR-ലോ ഫിനാൻസിലോ ഇനി അതല്ലെങ്കിൽ ഡുവൽ സ്പെഷ്യലൈസേഷനിലോ ഒക്കെ പഠിക്കാം. 2 ഇയർ പ്രോഗ്രാമാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് എനപ്പോയ യൂണിവേഴ്സിറ്റിയുടെ BCA, BCom അല്ലെ BBA പോലെയുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ MBA, MCom പോലെയുള്ള MBA, MCA പോലെയുള്ള PG കോഴ്സുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ, സ്കോളർഷിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതാണ്ട് 50% വരെ ഡിസ്കൗണ്ടിൽ പഠിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഈ എനപ്പോയ കൂടാതെ ഇച്ചിരി കൂടെ പ്രീമിയം യൂണിവേഴ്സിറ്റികളുടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ
ഉദാഹരണത്തിന് ജെയിൻ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ, അതല്ലെങ്കിൽ നമ്മുടെ കേരളം ആസ്ഥാനമായിട്ടുള്ള അമൃത പോലെയുള്ള യൂണിവേഴ്സിറ്റികളും ഇങ്ങനെയുള്ള പല കോഴ്സുകളും ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികളുടെ ഫീസ് ഇതിലൊക്കെ അധികമായിരിക്കും എന്നുള്ള കാര്യം അറിയുക. അപ്പോഴും കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇവർ നൽകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ എനപ്പോയ പോലെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അല്പം കൂടി മെച്ചപ്പെട്ട പ്ലേസ്മെന്റ് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അതല്ലെങ്കിൽ അമൃതയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അമൃത A++ യൂണിവേഴ്സിറ്റി, അതായത് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അങ്ങനെ ചില പ്രീമിയം സർവീസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ പഠിക്കുവാണെങ്കിൽ അല്പം കൂടുതൽ ഫീസ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന പല മെച്ചങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഡിഗ്രി നേടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കും. ബാംഗ്ലൂരിൽ ഗ്രാജുവേഷൻ സെറമണി ഉണ്ട്. അതായത് നമ്മൾ ഫുള്ള് കോട്ടൊക്കെ ഇട്ട് അവരുടെ അടുത്ത് നിന്ന് ഈ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന അങ്ങനെയുള്ള സെറമണികളിൽ പങ്കെടുക്കുവാൻ വരെ അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചില പ്രീമിയം സർവീസും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്പം ഫീ കൂടുതൽ കൊടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജെയിൻ, എനപ്പോയ ഇങ്ങനെയൊക്കെയുള്ള വിജ്ഞാന ഇങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം UGC അംഗീകരിച്ചിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചും അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലഭ്യമാക്കിയിരിക്കുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കുറഞ്ഞ ചിലവിലൊക്കെ ഡിഗ്രിയും PGയും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെ അതിനു വേണ്ടിയിട്ട് ഒത്തിരി സമയവും പണവും ഒന്നും പാഴാക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.